അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم مغفرتك أوسع من ذنوبنا ورحمتك أرجى عندنا من أعمالنا. اللهم اغفر لنا ذنوبنا وخطايانا كلها. اللهم أنعشنا وجبرنا وارفعنا وارزقنا واهدنا لصالح الأعمال والأخلاق. إنه لا يهدي لصالحيها ولا يصرف سيئها إلا أنت. اللهم أحسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. റഹ്മാനായ അല്ലാഹുവേ, കാരുണ്യവാനായ പടച്ചവനെ, ഞങ്ങൾ ഓരോരുത്തർക്കും നീ ഹിദായത്ത് നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. യാ അല്ലാഹ്, നീ നിന്റെ പരിശുദ്ധമായ കലാമിൽ പറഞ്ഞ ഹൃദയത്തിന്റെ വിശാലത നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ പടച്ചവനെ. യാ അല്ലാഹ്, ഹിദായത്ത് പോലെ തന്നെ ഹൃദയത്തിന്റെ വിശാലത നൽകേണ്ട ആളും യാ അല്ലാഹ് വഴിതെറ്റാതെ പ്രകാശം കാണിച്ചു തരേണ്ട ആളും എല്ലാം നീയാണല്ലോ പടച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങൾ ഹിദായത്തിലേക്ക് ഏറ്റവും വലിയ ആവശ്യക്കാരാണ് പടച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം അല്ലാഹുവേ, ഹക്കായ വഴിയിൽ നിന്ന് ഞങ്ങളെ തെറ്റിച്ചു കളയുന്ന ഒരുപാട് വഴികളുള്ള യാ അല്ലാഹ് അങ്ങനത്തെ ഒരു കാലത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് പടച്ചവനെ. യാ അല്ലാഹ്, നീ നിന്റെ പ്രത്യേകമായ കാവലും സംരക്ഷണവും ഇല്ല എങ്കിൽ, നിന്റെ പ്രത്യേകമായുള്ള പ്രകാശം ഞങ്ങളുടെ കൂടെ ഇല്ല എങ്കിൽ യാ അല്ലാഹ് ഞങ്ങൾ വഴിതെറ്റിപ്പോവും പടച്ചവനെ. യാ അല്ലാഹ്, ഹിദായത്തിന്റെ വഴിയിൽ നിന്ന് തെറ്റി സഞ്ചരിച്ചാൽ അത് എത്തിച്ചേരുന്നത് നരകത്തിലേക്കായിരിക്കുമല്ലോ പടച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങളെ നീ കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. യാ അല്ലാഹ്, നിന്റെ തൃപ്തിയുടെ വഴിയിൽ കൂടി സഞ്ചരിക്കാനുള്ള തൗഫീഖ് തരണേ പടച്ചവനെ. യാ അല്ലാഹ്, അതിന്റെ അടയാളങ്ങൾ ഞങ്ങളോട് പറയപ്പെട്ടു. യാ അല്ലാഹ്, ആഖിറത്തിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങൾ തിരിയലും ദുനിയാവിനോട് ഞങ്ങൾ വിരക്തി കാണിക്കലും മരണത്തിന് വേണ്ടി ഞങ്ങൾ ഇപ്പോഴേ തയ്യാറെടുപ്പുകൾ തുടങ്ങലുമാണല്ലോ പടച്ചവനെ. യാ അല്ലാഹ്, ഈ കാര്യങ്ങളിലെല്ലാം ഞങ്ങൾ വളരെ പുറകോട്ടാണ് പടച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങൾക്കിപ്പോഴും ആഖിറം ഞങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഒരു വിഷയമായിട്ടില്ല പടച്ചവനെ. യാ അല്ലാഹ്, ഇപ്പോഴും ഞങ്ങളുടെ വിഷമവും ഞങ്ങളുടെ ചിന്തകളെ അലട്ടുന്ന കാര്യം, ഞങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന കാര്യം ദുനിയാവിലെ ലാഭവും നഷ്ടവുമാണ് പടച്ചവനെ. യാ അല്ലാഹ്, ഈ ദയനീയമായ അവസ്ഥയിൽ നിന്ന് യാ അല്ലാഹ് ഞങ്ങൾക്ക് നീ മോചനം തരണേ അല്ലാഹുവേ. യാ അല്ലാഹ് പടച്ചവനെ, നിങ്ങൾ ദുനിയാവിന്റെ സന്തതികളാവാതെ നിങ്ങൾ ആഖിറത്തിന്റെ സന്തതികളാവണം എന്ന് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ ഉപദേശിച്ചതുപോലെ അല്ലാഹുവേ, ഞങ്ങൾക്ക് ആഖിറത്തിന്റെ സന്തതികൾ ആകാനുള്ള തൗഫീഖ് നീ തരണേ പടച്ചവനെ. യാ അല്ലാഹ്, ഒരു ഹിദായത്ത് കിട്ടിയ ആൾക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവുമോ ആ ഗുണങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് തരണേ പടച്ചവനെ. യാ അല്ലാഹ്, പ്രത്യേകിച്ച് പരിശുദ്ധമായ ഖുർആൻ ഹിദായത്തിന്റെ ഏറ്റവും വലിയ കാരണമാണല്ലോ അല്ലാഹുവേ. യാ അല്ലാഹ്, ഖുർആൻ ഷരീഫുമായിട്ടുള്ള വലിയ ബന്ധം തരണേ പടച്ചവനെ. അതിന്റെ തിലാവത്തിനെ വർദ്ധിപ്പിക്കാനും അതിന്റെ ആശയങ്ങളും അർത്ഥങ്ങളും വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും യാ അല്ലാഹ് അതിനെ ജീവിതത്തിൽ പകർത്താനും യാ അല്ലാഹ് നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ പടച്ചവനെ. യാ അല്ലാഹ് പടച്ചവനെ, ഖുർആന്റെ വഴിയിൽ തന്നെ നീ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹുവേ. അല്ലാഹ്, ഖുർആനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഹിദായത്ത് ഇല്ലല്ലോ ഉള്ളു പടച്ചവനെ. യാ അല്ലാഹ് പടച്ചവനെ, ഞങ്ങൾക്ക് നീ ഹിദായത്ത് തരണേ അല്ലാഹുവേ. നീ ഇഷ്ടപ്പെട്ട അമലുകൾ കൊണ്ട് ഞങ്ങളുടെ സമയങ്ങളെ നിറയ്ക്കാനുള്ള ഭാഗ്യം തരണേ പടച്ചവനെ. റഹ്മാനായ അല്ലാഹുവേ, കാരുണ്യവാനായ പടച്ചവനെ, യാ അല്ലാഹ് ഞങ്ങളെ നരകത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. ഖിയാമത്തിലുണ്ടാകുന്ന ശിക്ഷകളിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. യാ അല്ലാഹ് പടച്ചവനെ, നരകം ഞങ്ങളുടെ മേൽ നിർബന്ധമാക്കുന്ന ഒരുപാട് തിന്മകൾ ഞങ്ങൾ ചെയ്തു പോയി പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളോട് നീ കരുണ ചെയ്യുകയും വിട്ടുവീഴ്ച ചെയ്യുകയും മാപ്പാക്കി തരികയും ചെയ്യണേ പടച്ചവനെ. യാ അല്ലാഹ് പടച്ചവനെ, അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നിന്റെ പരിശുദ്ധമായ കലാം കൂടുതലായി പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് ചെയ്യണേ പടച്ചവനെ. യാ അല്ലാഹ്, നീ നിന്റെ കലാമിൽ വെച്ച ഹിദായത്ത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണേ പടച്ചവനെ. ഖുർആൻ ഷരീഫ് ഓതുമ്പോൾ മുഅ്മിനീങ്ങളുടെ തൊലികളും ഹൃദയങ്ങളും വിറവിറയ്ക്കുമെന്നും
യാ അല്ലാഹ് അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമെന്നുമെല്ലാം നിന്റെ പരിശുദ്ധമായ ഖുർആനിലും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിലും പറഞ്ഞിട്ടുണ്ട്. യാ അല്ലാഹ് അതെന്താണെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല പടച്ചവനെ. ഞങ്ങൾക്ക് ഇന്നേ വരെ അങ്ങനത്തെ ഒരു അനുഭവം ഞങ്ങൾക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല പടച്ചവനെ. യാ അല്ലാഹ് ഖുർആൻ ഷരീഫ് ഓതിക്കൊണ്ട് കരയുന്നവരാവാൻ തൗഫീഖ് ചെയ്യണേ പടച്ചവനെ. യാ അല്ലാഹ് ഖുർആൻ അർത്ഥം മനസ്സിലാക്കി ഓതാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹുവേ. യാ അല്ലാഹ് മരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു തവണയെങ്കിലും പൂർണ്ണമായി അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അർത്ഥം ചിന്തിച്ചുകൊണ്ട് യാ അല്ലാഹ് ഖുർആൻ ഷരീഫ് തിലാവത്ത് ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ പടച്ചവനെ. യാ അല്ലാഹ് റഹ്മാനായ അല്ലാഹുവേ, കാരുണ്യവാനായ പടച്ചവനെ, ഖുർആനിൽ അല്ലാഹ് നീ ഇഷ്ടപ്പെട്ട ഒരുപാട് ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഗുണങ്ങളൊക്കെ നീ ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ. ശരിയായ തൗഹീദിൽ അധിഷ്ഠിതമായ ഈമാൻ തരണേ പടച്ചവനെ. യാ അല്ലാഹ് തഖ്വയും തവക്കുലും ഇഖ്ലാസും തരണേ പടച്ചവനെ. യാ അല്ലാഹ് പടച്ചവനെ, നിന്നെക്കുറിച്ച് കേൾക്കുമ്പോൾ വിറയ്ക്കുന്ന ഹൃദയം തരണേ പടച്ചവനെ. രഹസ്യത്തിലും പരസ്യത്തിലും നിന്റെ നിയമങ്ങളെ നിന്റെ കൽപ്പനകളെ സൂക്ഷിച്ചുകൊണ്ടുള്ള ജീവിതം തരണേ പടച്ചവനെ. യാ അല്ലാഹ് ഒറ്റയ്ക്കായി പോകുന്ന സമയത്ത് തിന്മകൾക്ക് അടിമപ്പെട്ടു പോകുന്നതിൽ നിന്ന് നീ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കണേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ റഹ്മാനെ, യാ അല്ലാഹ് ഞങ്ങളുടെ മരണം ഈമാനോടുകൂടി കെലിമയോടുകൂടി ആക്കി തരണേ പടച്ചവനെ. ഞങ്ങളുടെ അന്ത്യം നന്നാക്കി തരണേ അല്ലാഹുവേ. അന്ത്യം മോശമായി പോകുന്നതിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്തുരക്ഷിക്കണേ പടച്ചവനെ. ഞങ്ങൾക്കും ഞങ്ങളുടെ ഭാര്യ മക്കൾക്കും മാതാപിതാക്കൾക്കും കൂട്ടുകുടുംബാദികൾക്കും അയൽവാസികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ മുസ്ലിമീങ്ങൾക്കും ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും നീ ഹിദായത്ത് കൊടുക്കണേ പടച്ചവനെ. യാ അല്ലാഹ് പടച്ചവനെ, ഞങ്ങളുടെ ദുന്യവിയായ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം നീ ഏറ്റെടുത്ത് ഹൈറായ രീതിയിൽ പരിഹരിച്ചു തരണേ പടച്ചവനെ. ഞങ്ങളെക്കൊണ്ട് താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ ഞങ്ങളിലേക്ക് നീ അയക്കരുത് പടച്ചവനെ. യാ അല്ലാഹ് നിന്റെ തഖ്ദീറിൽ എന്തെങ്കിലും പരീക്ഷണങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് വരുന്ന സമയത്ത് യാ അല്ലാഹ് ഈമാൻ കൊണ്ട് ഉറച്ചു നിൽക്കാനും അല്ലാഹുവേ അതിന്റെ പരിഹാരം നിന്നോട് ചോദിക്കാനും യാ അല്ലാഹ് നീ തൗഫീഖ് ചെയ്യണേ പടച്ചവനെ. പരീക്ഷണങ്ങൾ വരുമ്പോൾ മനസ്സ് പതറി ഈമാനിൽ നിന്ന് തെറ്റിപ്പോകുന്ന ദുരവസ്ഥയിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ ബലഹീനത ഞങ്ങളെക്കാൾ കൂടുതൽ നിനക്കറിയാലോ പടച്ചവനെ. യാ അല്ലാഹ് ഞങ്ങൾ ധൈര്യമില്ലാത്തവരാണ് പടച്ചവനെ. യാ അല്ലാഹ് ഞങ്ങൾ മനക്കരുത്തില്ലാത്തവരാണ് പടച്ചവനെ. യാ അല്ലാഹ് പടച്ചവനെ, ഞങ്ങൾ ഈമാൻ കുറഞ്ഞവരാണ് പടച്ചവനെ. ശാരീരികമായിട്ടും ഞങ്ങൾ ബലഹീനരാണ് പടച്ചവനെ. യാ അല്ലാഹ് എല്ലാ നിലയിലും ഞങ്ങൾ അശക്തരാണ് പടച്ചവനെ. എല്ലാ കഴിവുകളും ഖുദ്റത്തുകളും നിനക്ക് മാത്രമാണല്ലോ പടച്ചവനെ. യാ അല്ലാഹ് പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടും നിന്നെ ഏൽപ്പിക്കുകയാണ് പടച്ചവനെ. യാ അല്ലാഹ് ഒരു കണ്ണിമ വെട്ടണ സമയം പോലും ഞങ്ങളുടെ ഒരു കാര്യവും ഞങ്ങളിലേക്ക് നീ ഏൽപ്പിക്കരുത് പടച്ചവനെ. യാ അല്ലാഹ് ഞങ്ങളുടെ ദുആക്കളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹ്.